ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ഐറ്റംസ് കണ്ടാലോ? വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 2 ഐറ്റംസ് ആണ് കേട്ടോ. എണ്ണയിലല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന 2 ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ താരങ്ങൾ. അപ്പം എങ്ങനെയാ തുടങ്ങാല്ലേ? ആദ്യത്തെ ആളുടെ പേര് ഈന്തപ്പഴം പോള. പുള്ളിക്കാരന് തയ്യാറാക്കാൻ വേണ്ടത് 2 മുട്ട, പിന്നീട് 1 സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയും കൂടെ പൊടിച്ചത്. ഒരുപാട് പൊടിച്ചിട്ടില്ല കേട്ടോ ഏലക്ക. പിന്നെ വേണ്ടത് ഈന്തപ്പഴം, മെയിൻ ആളാട്ടോ. ഞാനിവിടെ ഒരു 10 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് 1/2 കപ്പ് പാലും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഒരു ലൂസ് ആവുന്നവിടം വരെ ഇതിനെ ഉടച്ചെടുക്കാം. ശേഷം ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ആഡ് ആക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് അതിലേക്കിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കാം. ശേഷം നമ്മുടെ മെയിൻ താരമായ ഈന്തപ്പഴം, ഞാനിവിടെ ഒരു കുരു കളഞ്ഞ് 10 ഈന്തപ്പഴം ഞുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ബാറ്ററിലേക്ക് അതിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈന്തപ്പഴ സേട്ടന്മാരെ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇതുപോലെ തടവി കൊടുക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം വളരെ തീ കുറച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതിനെ വേവിക്കാം. കരിഞ്ഞു പോവാതെ നോക്കണേ, ഫ്ലെയിം കൂട്ടി വെക്കുകയും ചെയ്യരുത്. ഒരു 5 മിനിറ്റിന് ശേഷം കാണാട്ടോ. ആള് നല്ല സുന്ദര കുട്ടപ്പനായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആട്ടോ. അങ്ങോട്ടൊന്ന് നോക്കിയേ, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സ്നാക്സ് ആട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറും 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ആളെ പരിചയപ്പെട്ടാലോ? അടുത്ത താരത്തെ തയ്യാറാക്കാൻ തീ പോലും കത്തിക്കണ്ടെന്നേ, അത്ര എളുപ്പാട്ടോ. പുള്ളിക്കാരൻ്റെ പേര് അവൽ നനച്ചത്. ആളെ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കുറച്ച് തേങ്ങ, അവില്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് പാല്. അപ്പം ഇങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? ഒരു പ്ലേറ്റിലേക്ക് 1 കപ്പ് അവിലെടുക്കുക. ഇനി അടുത്തതായി വേണ്ടത് 1/2 കപ്പ് തേങ്ങ കേട്ടോ. തേങ്ങ ആ അവിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അവിലും പഞ്ചസാരയും തേങ്ങയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് അവിൽ നന്നായിട്ട് കുതിർന്ന് തേങ്ങയുമായിട്ട് യോജിക്കുന്നവിടം വരെ ഇളക്കിയെടുക്കാം. ആ അവിലും ആ പഞ്ചസാരയും ആ തേങ്ങയും ആ പാലും കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. നോക്കൂ നമ്മുടെ സുന്ദര കുട്ടപ്പൻ തയ്യാറായി കേട്ടോ. ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ 2 സ്നാക്സും നിങ്ങളും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. നോമ്പ് തുറന്നതിന് ശേഷം നല്ല ചൂട് ഈന്തപ്പഴം പോളയും നമ്മുടെ അവൽ നനച്ചതും 1 ഗ്ലാസ് ചായയും. അൽഹംദുലില്ലാ ഹൈർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ. ലവ് യു ഓൾ. ബൈ.